ചുവടെ പറയുന്ന കണക്കുകൾ ഓരോന്നും മനക്കണക്കായോ ഒരക്ഷരം മാത്രമുള്ള സമവാക്യമാക്കിയോ രണ്ടക്ഷരമുള്ള രണ്ട് സമവാക്യമാക്കിയോ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം നോക്കാം. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. 1100 രൂപയാണ് കൊടുക്കുന്നത്, ബാഗും ചെരുപ്പുമാണ് വാങ്ങുന്നത്. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിന്റെ വില എന്താണ് എന്നാണ് ചോദ്യം. ബാഗിന്റെയോ? അപ്പൊ നമ്മൾ ആദ്യം 1100 രൂപയാണ് കൊടുത്തത്. ഈ ബാഗിനും ഈ ചെരുപ്പിനും ഒരേ വിലയാണെങ്കിൽ നമുക്കറിയാം 550ഉം 550ഉം പകുതിയും പകുതിയാവും ആവും. ഇവിടെ പറയുന്നത് ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. 300 രൂപ കൂടുതൽ പറയുമ്പോൾ ഇവിടുന്ന് ഒരു 150 നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഈ 150 ഇവിടേക്ക് കൊടുക്കുക. അപ്പോൾ 550 150 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 400 മാറും, ഇവിടെ എത്രയായിട്ട് മാറും? 700 മാറും. അപ്പോൾ ഇത് മനക്കണക്കായി ചെയ്യാവുന്ന ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 400ഉം 700ഉമാണ് ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും വില. അടിച്ചു പോയി നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ് ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 26ആണ്. അപ്പൊ ഇത് ഒരേ സംഖ്യകളാണെങ്കിൽ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ 13ഉം 13ഉം ആവും. പക്ഷെ ഒരേ സംഖ്യകൾ അല്ല. ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എത്രയാണ്? 4ആണ്. വ്യത്യാസം 4ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 2 ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പൊ 2 ഇവിടുന്ന് പോകുമ്പോൾ 11 ആവും. ഇവിടെ എത്രയായിട്ട് മാറും? 15 മാറും. അപ്പൊ നമുക്ക് സംഖ്യകൾ 11, 15 എന്നെടുക്കാം. അടുത്ത് നോക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 മീറ്റർ ആണ്. ചതുരത്തിന്റെ ചുറ്റളവ് 40 മീറ്റർ. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക ചോദ്യം. നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചതുരത്തിന്റെ ചുറ്റളവാണ് 40 മീറ്റർ. അപ്പോൾ ഇത് നീളം, ഇതെന്താണ്? വീതി. ഈ രണ്ട് വശങ്ങളും കൂട്ടുമ്പോൾ ഇതും 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 കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? 40 വരുന്നത്. അപ്പൊ നീളം വീതിയും കൂട്ടുമ്പോൾ 40ന്റെ പകുതി 20 വരുള്ളൂ. അപ്പൊ നീളവും വീതിയും കൂട്ടുമ്പോൾ എത്രയേ വരുന്നുള്ളൂ? 20 വരുന്നുള്ളൂ. ഒരു വശം മറ്റു വശത്തേക്കാൾ 8 കൂടുതലാണ്. അപ്പൊ നമുക്ക് തുല്യമാണെന്ന് കരുതുക. നേരത്തെ ചിന്തിച്ച പോലെ തുല്യമാണെന്ന് കരുതുക. അപ്പൊ എന്താ വരേണ്ടത്? 10ഉം 10ഉം വരണം. പക്ഷെ ഇവ തമ്മിൽ എത്ര വ്യത്യാസം പറയുന്നുണ്ട്? 8 വ്യത്യാസം പറയുന്നുണ്ട്. 8 വ്യത്യാസം പറയുമ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്താൽ മതി? ഒരു 4 ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറും? 6 മാറും. ഇവിടെ എത്രയായിട്ട് മാറും? 14 മാറും. ഇതിങ്ങനെ മനക്കണക്കായി ചെയ്യാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അടിച്ചു പോയി നോക്കാം. 3.5 മീറ്റർ നീളമുള്ള കമ്പി. 3.5 മീറ്റർ ആണ് കമ്പി. കമ്പി എന്ത് ചെയ്യുന്നു? 2 മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളം ആകണം. എങ്ങനെ മുറിക്കണം? അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു സമചതുരമാണ്, ഒരു സമഭുജ ത്രികോണമാണ്. ഈ വശങ്ങളൊക്കെ എന്തായിരിക്കണം? ഒരേ നീളമായിരിക്കണം. അപ്പോൾ എത്ര പീസ് കിട്ടണം? ഇവിടെ 4 പീസും ഇവിടെ 3 പീസും കിട്ടുന്നുണ്ട്. അപ്പോൾ 7 പീസ് വേണം. മൊത്തം 7 കഷ്ണമാക്കണം. അപ്പോൾ നമുക്കറിയാം ആകെയുള്ളത് 3.5 മീറ്റർ ആണ്. 3.5 മീറ്ററിനെ എത്ര കഷ്ണമായി ഭാഗിക്കണം? 7 കഷ്ണാക്കി ഭാഗിക്കണം. അപ്പോൾ 3.5 മീറ്ററിനെ 7 കഷ്ണാക്കി ഭാഗിക്കാൻ എളുപ്പമാണ്. ഓരോ വശം എത്ര എടുത്താൽ മതി? 1/2 മീറ്റർ എടുത്താൽ അതിൻ്റെ ആൻസർ കിട്ടും. അടുത്തത്, ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുണ്ട്? ഇപ്പോൾ നമുക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തുക തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തുക തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായി ഭാഗിച്ച് നേരത്തെ പോലെ വ്യത്യാസം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൺകുട്ടികളുടെ എണ്ണം നമ്മൾ എക്സ് ആക്കി വെക്കുക. പെൺകുട്ടികളുടെ എണ്ണം, അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 4 പെൺകുട്ടികൾ കൂടുതലുണ്ട് എന്നാണ്. ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ ഇത് എക്സ് ആവുമ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്തായി മാറി? x+4 മാറി. ഇനി 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം,
അപ്പോൾ ആ ദിവസത്തെ പ്രത്യേകത 8 ആൺകുട്ടികൾ വന്നിട്ടില്ല, എക്സ് ഇല്ല, എക്സ് 8 പോയി. പറയുന്നത് ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. അപ്പൊ ഇതെത്ര ആൺകുട്ടികളാണോ അതിന്റെ 2 മടങ്ങാണ് പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം നമുക്കറിയാം എത്രയാണ്, x+4 ആണ്. അപ്പൊ നമുക്കിത് ഗുണിക്കാം. 2 ഗുണിക്കണം എക്സ്, 2x കഴിക്കണം. ഈ 2 8 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 16 സമയം എന്ത് കിട്ടി, x+4 കിട്ടി. അപ്പൊ നമുക്ക് ഇത് രണ്ടും തുല്യാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 2x മൈനസ് 16 നിന്ന് ഈ x+4 കഴിച്ചാൽ ഇത് രണ്ടും തുല്യാണല്ലോ. അപ്പൊ x+4 കഴിച്ചാൽ ഉത്തരം എന്ത് കിട്ടണം, 0 കിട്ടണം. അപ്പൊ അതെങ്ങനെ കഴിക്കുക, 2x കഴിക്കണം 16 കഴിക്കുക, എക്സ് കഴിക്കണം. അപ്പോൾ എക്സും കഴിക്കണം, x+4 കൂട്ടി കഴിക്കണ പകരം എക്സും കഴിക്കണം 4ഉം കഴിക്കണം, അങ്ങനെ ചെയ്താൽ മതി. x+4 ഒരുമിച്ച് കൂട്ടി കഴിക്കണ പകരം എക്സും കഴിക്കണം 4ഉം കഴിക്കണം. സമയം എന്ത് കിട്ടും, 0 കിട്ടും. ഇപ്പൊ 2x നിന്ന് എക്സ് പോയാൽ എന്ത് കിട്ടും, എക്സ് കിട്ടും. പിന്നെ 16ഉം കഴിക്കണം 4ഉം കഴിക്കണം. ഈ മൊത്തത്തിൽ നിന്ന് 16ഉം കഴിക്കണം 4ഉം കഴിക്കണം എന്ന് പറയുമ്പോൾ എന്ത് കഴിച്ചാൽ മതി, 2 കൂട്ടി കഴിച്ചാൽ മതി, 20 കഴിച്ചാൽ മതി, സമയം 0 കിട്ടും. ഇപ്പൊ x-20 സമയം 0. എക്സ് നിന്ന് 20 കഴിച്ചാൽ 0. ഇപ്പൊ എക്സ് എത്ര കിട്ടി, x 20 കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആൺകുട്ടികളുടെ എണ്ണം. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് 20 കിട്ടി. പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് എന്ത് എഴുതാം, x+4 ആണ്. അപ്പൊ 24 എന്ന് എഴുതാം. x 20 കിട്ടി, x+4 24 എഴുതാം. അടിച്ചു നോക്കാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഇപ്പൊ ഒരു ഭിന്നസംഖ്യ അറിയുമ്പോൾ നമ്മൾ എപ്പോഴും എന്തെടുക്കണം, x/y ഒരു അംശവും ചെയ്തായിരിക്കണം. ഇപ്പൊ 2 അറിയാത്ത സംഖ്യകൾ രൂപത്തിൽ എഴുതണം. അപ്പൊ ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ, അപ്പൊ അംശത്തോട് 1 കൂട്ടി ഉത്തരം എന്ത് കിട്ടിയെന്ന് പറയുന്നത്, 1/3 കിട്ടിയെന്ന് പറയുന്നുണ്ട് ഇവിടെ. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ, ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ, ഛേദത്തിനോട് 1 കൂട്ടാം, എന്ത് കിട്ടി, 1/4 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ എന്ത് കിട്ടി, 1/4 കിട്ടി. ഏതാണ് ഭിന്നസംഖ്യ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 1ന്റെ 3 മടങ്ങാണിത്, 1ന്റെ 3 മടങ്ങാ 3. അപ്പൊ ഇതിന്റെ 3 മടങ്ങായിരിക്കണത്. ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ അംശത്തിന്റെ 3 മടങ്ങാണ്. അംശം എന്ന് എഴുതിയ x+1ന്റെ 3 കൊണ്ട് ഗുണിച്ചതാണ് ഈ ഛേദം. ഛേദത്തിനാണ് y. ഇവിടെ ഈ 1ന്റെ 3 മടങ്ങാണിത്. അപ്പൊ ഇതിന്റെ 3 മടങ്ങായിരിക്കണത്. ഇത് 1ന്റെ 4 മടങ്ങാണിത്, 1ന്റെ 4 മടങ്ങ്. അപ്പൊ ഇതിന്റെ 4 മടങ്ങായിരിക്കണം. അങ്ങനെ എഴുതുക, ഇതിന്റെ 4 മടങ്ങാണ്. മുകളിലുള്ള അംശത്തിന്റെ 4 മടങ്ങാണ് ഛേദം. എന്ത് എഴുതാം, 4x y+1. ഇത് നമുക്ക് ഗുണിക്കാം. 3 × x 3x പ്ലസ് 3 × 1 ആണ്, അത് 3 സമയം എന്ത് കിട്ടും, y കിട്ടും. ഇവിടെ നമുക്ക് ഈ yനെ മാത്രം എക്സിന്റെ ഇതിലേക്ക് എഴുതാം. 4x y 1 കൂട്ടിയാണ്. അപ്പൊ 4x ന്ന് 1 കിഴിച്ചതായിരിക്കും എന്ത്, y. ഈ വൈയുടെ വില ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. 4x കൂടെ 1 കിഴിച്ചാലാണ് ഈ y കിട്ടുക. അപ്പൊ ഇതിൽ നമുക്ക് വൈയുടെ വില കൊടുക്കാം. 3x+3 സമം y എന്നുള്ളവർക്ക് ഇനി വൈക്ക് വരെ എന്ത് കൊടുക്കാം, 4x - കൊടുക്കാം. അപ്പൊ 4x - 1. നേരത്തെ ഇതേ പോലെ ഈ 3x+3 4x - 1 തുല്യമാണ്. അപ്പൊ ഇതിൽ നിന്ന്, അതായത് 4x - 1ൽ നിന്ന് ഏത് കുറയ്ക്കുക, ഇത് കുറച്ചാൽ 3x+3 കുറച്ചാൽ എന്ത് കിട്ടണം, 0 കിട്ടണം. 3x + 4x - 1 നിന്ന് 3x+3 കുറച്ചാൽ 0 കിട്ടണം. അപ്പം നമുക്ക് കഴിക്കാം. 4x കഴിക്കണം 1, ഇതിൽ 3xും കഴിക്കണം 3ഉം കഴിക്കണം, അപ്പോൾ ആ 0 കിട്ടുക. അപ്പം 4x നിന്ന് 3x പോയാൽ എന്ത് കിട്ടും, x കിട്ടും. 4x നിന്ന് 3x പോയാൽ x. 1ഉം കഴിക്കണം 3ഉം കഴിക്കണം, അപ്പോൾ 1ഉം 3ഉം കൂട്ടി കഴിച്ചാൽ മതി. 1ഉം കഴിക്കണം 3ഉം കഴിക്കണതിന് പകരം എന്ത് ചെയ്താൽ മതി, 4 കഴിച്ചാൽ മതി. x - 4 = 0. x എന്ത് കിട്ടും, 4 കിട്ടും. x 4 കിട്ടി. ഇനി y കണ്ടുപിടിക്കണം.
x=4 ഇട്ടുമ്പോൾ y കണ്ടുപിടിക്കണം. ഇവിടെയും കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുത്താൽ y കിട്ടും. x=4 ആകുമ്പോൾ y എന്ത് കിട്ടും? 4 × 4 16, 16 - 1, y ഇവിടെ എഴുതാം. 4x - 1 ആണല്ലോ, x 4 കിട്ടി. അപ്പോൾ 4 × 4 16, 16 - 1 15 കിട്ടി. ഇപ്പോൾ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് x/y ആണ്. x 4 കിട്ടി, y 15 കിട്ടി. അപ്പോൾ നമുക്ക് ഇത് കിട്ടും 4/15 കിട്ടും. അടുത്ത് നോക്കാം. ഒരാൾ 1,00,000 രൂപ 2 പദ്ധതികളിലായി നിക്ഷേപിച്ചു. 7% 6%മാണ് പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് 2 പദ്ധതിയിൽ നിന്നുമായി 6,750 രൂപ പലിശ കിട്ടി. ഓരോന്നിലും എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് 1,00,000 ഒരു സ്ഥലത്തും 1,00,000 ഒരു സ്ഥലത്തും നിക്ഷേപിക്കല്ല. 1,00,000 നിന്ന് എത്രയോ എടുത്തിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു, അവിടെ 7% കിട്ടി. ബാക്കിയുള്ളത് 6%ആയിട്ട് പലിശ നിരക്ക് നിക്ഷേപിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം നിക്ഷേപിച്ചത് x ആണെന്ന് കരുതാം. രണ്ടാമത് നിക്ഷേപിച്ചപ്പോൾ എത്രയായിട്ട് മാറും? 1,00,000 നിന്ന് x കിഴിച്ചായിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ ബാങ്കിൽ x നിക്ഷേപിച്ചു, രണ്ടാമത്തെ ബാങ്കിൽ 1,00,000 - x നിക്ഷേപിച്ചു. ആദ്യത്തേൽ 7% പലിശ കിട്ടി. അപ്പോൾ x-ന്റെ 7%, x-ന്റെ 7% എഴുതാം, പ്ലസ് രണ്ടാമത്തേൽ 6%. അപ്പോൾ 10,000 - x-ന്റെ 6% കൂട്ടിയതാണ് നമുക്ക് കിട്ടുന്ന 6,750. അപ്പോൾ 6,750 കിട്ടി. നോക്കാം, x-ന്റെ 7% കൂട്ടണം. ഇത് രണ്ടും ഗുണിക്കാനുള്ള, ഈ 6%ആയിട്ട് ഗുണിക്കാനുള്ള. അപ്പോൾ 1,00,000ന്റെ 6%. അവിടെ എഴുതാം 1,00,000ന്റെ 6% കഴിക്കണം. ഇത് ഗുണിക്കണമല്ലോ, ഇതും ഗുണിക്കണം ഇതും ഗുണിക്കണം. അപ്പോൾ x-ന്റെ 6% സമം 6,750. ഇപ്പോൾ ഓക്കെ, x-ന്റെ 7% ഉണ്ട്, അതിന് x-ന്റെ 6% കഴിക്കണം. ഇപ്പോൾ എന്ത് കിട്ടി? x-ന്റെ 1%. x-ന്റെ 7% നിന്ന് x-ന്റെ 6% കഴിക്കുമ്പോൾ x-ന്റെ 1% പ്ലസ് 1,000ന്റെ 1,00,000ന്റെ 6%. 1,00,000ന്റെ 6% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഇത് ഇത്രയും പറയുന്നത് 10%ആണ്, 10,000. ഇത്രയും എന്ന് പറയുന്നതാണ് 1%, അതായത് 1000. അപ്പോൾ 1000 1%ആണ്. അപ്പോൾ 6% ആകുമ്പോൾ 6,000 രൂപ കിട്ടും. 6,750. അപ്പോൾ x-ന്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 6,750 എന്ന് 6,000 കഴിച്ചാൽ മതി, 750 കിട്ടും. അപ്പോൾ x-ന്റെ 100% എന്ന് പറഞ്ഞാൽ എത്രയായി? 1% 750 ആണ്. അപ്പോൾ 100% ഇത് കിട്ടും 75,000 കിട്ടും. അതായത് x എന്ന് പറയുന്നത്, x-ന്റെ 100% x 75,000 ആണ്. അതായത് ആദ്യത്തെ ബാങ്കിൽ എത്ര നിക്ഷേപിച്ചു? 75,000 നിക്ഷേപിച്ചു. രണ്ടാമത്തെ ബാങ്കിൽ എത്ര നിക്ഷേപിച്ചു? 25,000 നിക്ഷേപിച്ചു. ആകെ 1,00,000 രൂപയായി. അടുത്ത് പോയിക്കോളൂ. 1 സെക്കൻഡിൽ u മീറ്റർ എന്ന വേഗതയിൽ, അപ്പോൾ 1 സെക്കൻഡിൽ u മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ/സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ t സെക്കൻഡിലെ വേഗം u+at ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ/സെക്കൻഡും അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ/സെക്കൻഡുമാണ്. ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്താണെന്നുള്ള ചോദ്യം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ ഇവിടെ നോക്കൂ. ഒന്നാമത്തെ സെക്കൻഡിൽ നിന്ന് അഞ്ചാമത്തെ സെക്കൻഡിലേക്ക് മാറുകയാണ്. ഒന്നാം സെക്കൻഡിൽ നിന്ന് അഞ്ചാം സെക്കൻഡിലേക്ക് മാറുക. അത് 4 സെക്കൻഡ് കൊണ്ട്, ഒന്നാം സെക്കൻഡിൽ നിന്ന് അഞ്ചാം സെക്കൻഡിലേക്ക് 4 സെക്കൻഡ് കൊണ്ട് എത്ര വേഗം കൂടി നോക്കാം. 5 എത്രയായി? 13ആയി.
5 13 8 മീറ്റർ പെർ സെക്കൻഡാണ് വേഗം കൂടുന്നത്. അപ്പോൾ 1 സെക്കൻഡിൽ നമുക്ക് പറയാം 2 മീറ്റർ പെർ സെക്കൻഡാണ് വേഗം കൂടുക എന്നറിയാം. ഇത് ചോദിച്ചിട്ടുണ്ട്, ഓരോ സെക്കൻഡിലെയും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണെന്ന് വെച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1ാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ തുടങ്ങുമ്പോൾ 0 സെക്കൻഡിൽ 1ാമത്തെ സെക്കൻഡിൽ 5ആണ്, 0 നിന്ന് വരുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡാണ് കൂടുക. അപ്പം 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ആദ്യം. അത് 2 മീറ്റർ കൂടിയിട്ടാണ് 5 മീറ്റർ പെർ സെക്കൻഡ് ആയത്. അത് 4 സെക്കൻഡോടെ എന്തായി 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടും. നമ്മൾ മനസ്സ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. u പ്ലസ് AT ആണ് പറയുന്നത്. ഇപ്പോൾ 1ാമത്തെ സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1ാമത്തെ T1 ആകുമ്പോൾ T1 എന്ന് പറയുമ്പോൾ u പ്ലസ് A T1 ആയി. അപ്പോൾ ഒരു A സമം 5 കിട്ടും. ഇനി 5ാമത്തെ സെക്കൻഡിൽ ഇങ്ങനെ എഴുതുക, u പ്ലസ് A ഇൻറ്റു T 5ാം സെക്കൻഡിലാണ് ഇൻറ്റു 5 സമയം എത്ര കിട്ടി? 13 മീറ്റർ പെർ സെക്കൻഡായി. അപ്പം നമുക്ക് u പ്ലസ് A സമം 5ഉം u പ്ലസ് 5A സമം 13 കിട്ടും. നമുക്ക് ഇതിൽ ഇത് കഴിക്കാം, ഈ സമവാക്യത്തിൽ ഇത് സമവാക്യം കഴിക്കാം. അപ്പം 5A ന്ന് A, u ന്ന് A പോയാൽ 0, 5A ന്ന് A പോയാൽ കിട്ടും 4A, 13 5 പോയാൽ എത്ര കിട്ടും? 8. അപ്പം A എന്ന് പറയുന്നത് എന്താണ്? 8/4 സമം 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതന്നെയാണ് നമ്മളിവിടെ വേഗത്തിൻ്റെ നിരക്ക് കണ്ടുപിടിച്ച 2 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ T0 കൊടുത്താൽ മതി. തുടക്കത്തിൽ എത്ര വേഗത കണ്ടുപിടിക്കാനും ഈ u പ്ലസ് A 5 കൊടുത്താൽ മതി. u ആണല്ലോ തുടക്കത്തിലുള്ള വേഗത. തുടക്കത്തിലുള്ള വേഗത u ആണ്. അപ്പോൾ എൻ്റെ വില 2 കിട്ടി. അപ്പോൾ u പ്ലസ് A സമം എന്ത് കിട്ടി? നമുക്ക് 5 കിട്ടി. എൻ്റെ വില 2. അപ്പോൾ u സമം എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു തുടക്കത്തിലുള്ള വേഗത. ഇതന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ച് 3 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത്.